ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ്റെ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റാണ്, ആർക്കും ഉണ്ടാക്കാം, ഫ്ലോപ്പായി പോവില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ തന്നെ മന്തിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് തരാൻ പറയണം. അപ്പോൾ മന്തി പീസ് കട്ട് ചെയ്യുമ്പോൾ ഒരു ചിക്കൻ ആണെങ്കിൽ 8 പീസായിരിക്കും. അപ്പോൾ 8 പീസായിട്ട് കട്ട് ചെയ്ത മന്തി അതിന് ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് പെരിഞ്ജീരകം, ഗ്രാമ്പു, കുരുമുളക്, കറുവപ്പട്ട, ഏലക്ക, പിന്നെ ഒരു നുള്ള് സാദാ ജീരകം, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കണ ജീരകം, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മുഴുവനെ തന്നെ ഇട്ടാലും മതി. ഇതിന് മുമ്പ് ഞാൻ കുറേ നാൾ മുമ്പ് ഒരു റെസിപ്പിയിൽ മുഴുവനെ ഇട്ടാണ് കാണിച്ചത്. ഇത് ഞാനിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കളറ് ചേർക്കണവർക്ക് ഈ സമയത്ത് കളറും ചേർക്കാം. ഞാൻ കളറ് ചേർക്കാറില്ല, അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി കറക്കിയെടുത്തതാണ്. അപ്പോൾ ആ മസാല റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 കുക്കറാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 2 കുക്കറിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാഗി ക്യൂബും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യൂബിൽ നിന്ന് 2 വീതം ഓരോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് 2 കുക്കറിലും പൊടിച്ചതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ മിക്സിയുടെ ജാറിൽ, അതെടുത്തിട്ട് പകുതിയായിട്ട് ഈ കുക്കറിലും ആ കുക്കറിലേക്കും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മസാല ഇപ്പോൾ നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ടാണ് ഇടണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ആ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പകുതി വാരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ പറഞ്ഞ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ മിക്സിയിലേക്ക് തന്നെ പൊടികൾ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ മന്തി കഴിക്കണ സമയത്ത് ഇങ്ങനെ സ്പൈസസ് വായിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അവർക്ക് അതിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ടത്. പൊടിച്ചും ചേർക്കാം, അല്ലാതെയും ചേർക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാഗി ക്യൂബും ആ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ പീസുകൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പീസിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ മസാല നന്നായിട്ട് പിടിക്കാനായിട്ട് കുക്കർ അടിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് മസാല പിടിച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വേവിക്കുന്ന പോലെ തന്നെ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മന്തിയുടെ റൈസ് ഇതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ലൂസായിട്ടുള്ള മന്തിയുടെ റൈസാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ പാക്കറ്റ് ആയിട്ട് കിട്ടും. മന്തി റൈസ് 1 കിലോത്തിൻ്റെയൊക്കെ പാക്കറ്റായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങണവരാണെങ്കിൽ ആ പാക്കിൽ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ വേവ് എത്രയാണെന്നുള്ളത്. ഇത്ര മിനിറ്റ് ആണ് ഇതിൻ്റെ വേവ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പകുതി ടൈമാണ് ഇത് വേവിക്കേണ്ടത്. ഇപ്പം ഞാൻ ഇത് സാധാരണ ചോറ് വേവിക്കണ കലത്തിൽ വേവിക്കണോണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ പകുതി വേവ് എപ്പോഴാണ് ആവണേന്നുള്ളത്. നമ്മൾ സാധാരണ ചോറ് വേവിക്കുമ്പോൾ ഒരു അരി വേവുന്നതിൻ്റെ പകുതി വേവ്, ആ വേവിന് നമുക്ക് തീ ഓഫ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ചോറ് വേവിക്കണ വെള്ളത്തിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഉണക്ക നാരങ്ങ, ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലയെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇതിട്ടില്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു മാറ്റമൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ചോറ് അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ടത് പകുതി വേവാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുകയോ വടിച്ചിടുകയോ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ചോറ് വടിക്കുന്ന പോലെ വടിച്ചിടുകയുള്ളൂ പകുതി വേവാകുമ്പോൾ. പകുതി വേവിനെടുത്താൽ മതി, കൂടുതൽ വേവിക്കരുത്. നമുക്കിനി ഇത് കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് പകുതി വേവിനെടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോറ് ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ചിരട്ട ഞാൻ കാണിച്ചില്ലേ നേരത്തെ, അത് കത്തിച്ച് അതിൻ്റെ കരി എടുക്കണം കേട്ടോ. നമുക്ക് അതിൻ്റെ കരിയല്ല, കനലോടുകൂടി തന്നെ കിട്ടണം. അതിന് മുമ്പായിട്ട് ഈ ചിക്കൻ്റെ പീസുകളിലേക്ക് നമുക്കിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കുക്കറിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഓയിൽ അങ്ങനെ വെറുതെ ഒഴിക്കാതെ ഓരോ ചിക്കൻ്റെ പീസിലേക്കും ആവാൻ പാകത്തിന് ഇങ്ങനെ എല്ലാ ചിക്കൻ പീസുകളിലും കൂടി ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് മന്തി റെഡിയായി വരുമ്പോൾ ആ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചിക്കൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് ആണല്ലോ കാണിച്ചത്, അതിൻ്റെ 1/4 ഗ്ലാസ് വെച്ച് 2 കുക്കറിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പകുതി വേവിച്ച ചോറുണ്ടല്ലോ, അത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അമർത്തുമോ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള തവി വെച്ചിട്ട് അമർത്തുമോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട്
അമർത്തൊന്നും ചെയ്യരുത്. നമ്മൾ ഈ ചോറ് എങ്ങനെയാണോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ തന്നെ വീണാൽ മതി. കാരണം ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ എയർ പോകാനായിട്ടുള്ള സ്പേസ് വേണം. അപ്പോൾ നമ്മൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ ചോറ് ചാടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ നമുക്ക് അതിന് മുകളിലായിട്ട് ഇങ്ങനെ 2 പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. അതിൽ ചിരട്ടയുടെ കനലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിനും കുത്തി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായ മുളകാട്ടോ ഇത്. കുറച്ച് വലിയ ടൈപ്പ് കാന്താരിയാണ്. ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ പച്ചമുളക് വാങ്ങാറില്ല കടയിൽ നിന്ന്. അപ്പോൾ അതാണ് ഞാൻ കുത്തി കൊടുത്തേക്കണത്. ഞാനിങ്ങനെ ഓണിട്ട പോലെ കുറേ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് കുത്തിയാൽ മതി. ഒരു 4-5 എണ്ണം കുത്തി വെച്ചാൽ മതി. ഇതിപ്പോൾ കനൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരട്ട കത്തിച്ച കനലാണ്. ആ കനൽ വേഗം തന്നെ കനൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ പാത്രത്തിൽ കൊണ്ടുപോയി ഇടാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല പുക വരും. ആ പുക ഒട്ടും പുറത്ത് കളയരുത്. അതാണ് നമുക്ക് വേണ്ടത്. ആ മന്തിക്ക് സ്മെല്ല് കൊടുക്കുന്നത് ഈ ഫോഗാണ്. അപ്പോൾ അത് വേഗം തന്നെ അടച്ചു വച്ചേക്കുക. എന്നിട്ട് സാധാരണ പോലെ നമ്മുടെ കുക്കർ ടൈറ്റായിട്ട് മൂടിയിട്ട് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ച് അടുപ്പിൽ വയ്ക്കുക. അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഒറ്റ വിസിൽ മതി. ആ ചോറും റെഡിയാവും, ചിക്കനും റെഡിയാവും. ഒറ്റ വിസിലിൽ തന്നെ അത് ഓഫ് ചെയ്തിട്ടേക്കണം. പിന്നെ അതിൻ്റെ എല്ലാ എയറും പോയ ശേഷം മാത്രമാണ് കുക്കർ തുറക്കാൻ പാടുള്ളൂ. പിന്നെ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പാല് കൊണ്ടിട്ടുള്ള മയണൈസായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പാലിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ തിക്കാവണവരെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് തിക്കാവണവരെ ഓയിൽ ഒഴിച്ചടിക്കണമെന്നില്ല. കുറച്ച് തിക്കാവുമ്പോൾ തന്നെ നമുക്കിത് ഇപ്പോൾ ഞാൻ ഈ ഒഴിക്കണ കൺസിസ്റ്റൻസി ഉണ്ടോ ആ ഒരു തിക്കിലെടുത്താൽ മതി. ഇനി ഇതെന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാട്ടോ അടിച്ചെടുത്തത്. മിക്സിയുടെ ചെറിയ ജാറായതുകൊണ്ട് അടിച്ചടിച്ച് വന്നപ്പോൾ ഇത് കൂടുതലുണ്ടായി ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തത്. എന്നിട്ട് ഞാനത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോൾ അത് വീണ്ടും തിക്കായി വന്നോളും. പിന്നെ ഇതൊരു തക്കാളി ചട്നിയാണ്. അതുണ്ടാക്കാനായിട്ട് സിമ്പിളാട്ടോ. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. എന്നിട്ട് ഈ തക്കാളിയും മുളകും മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും, ഞാൻ പുതിനയില അല്ലെങ്കിൽ മല്ലിയിലയോ ചേർക്കട്ടെ. എൻ്റെ കയ്യിൽ അത് രണ്ടും ഉണ്ടായില്ല. ഞാനതുകൊണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് അടിച്ചെടുത്താൽ മതി. ചട്നി റെഡിയാവും കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിസിലെല്ലാം പോയതിന് ശേഷം ഒരു കുക്കറാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. മറ്റേ കുക്കർ അങ്ങനെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ ഇത് മതിയാവും നമുക്ക് ഇപ്പോൾ കഴിക്കാനായിട്ട്. അതിന് എപ്പോഴാണോ മറ്റത് ആവശ്യം കഴിക്കണത് ആ സമയത്ത് അത് പൊട്ടിച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ ദമ്മായിട്ട് ചൂടായിട്ട് തന്നെ ഇരുന്നോളൂ. എന്നിട്ട് ആ റൈസ് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. പീസും ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി. എന്നിട്ട് ലാസ്റ്റ് ആ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് മസാല ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ റൈസിലേക്ക് ഇട്ടിട്ട് ആ റൈസ് ഒരു റൈസ് കട്ടർ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുത്താൽ മന്തി റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് കഴിക്കാൻ നേരത്ത് ഞാനിപ്പോൾ 10 മിനിറ്റ് ആട്ടോ ഫ്രിഡ്ജിൽ ഈ മയണൈസ് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ടോ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് മണിക്കൂറുകൾ വെച്ചേക്കാണെങ്കിൽ ഇതിനേക്കാളും നല്ല കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ആ കുക്കറിൽ നിന്ന് റൈസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചോറും കൂടി മിക്സ് ചെയ്ത് വെച്ചു. മസാല വേറെയും വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്നിയും മയണൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മന്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.